ഹലോ, ഇന്ന് വന്നിട്ടുള്ളതൊരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേർണിച്ചേഴ്സൊക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ മേക്ക് ഓവറൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു വുഡൻ ടേബിളാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന 2 ക്യാബിനറ്റ് നമ്മളിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ വെച്ച് നോക്കിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സെപ്പറേഷൻ ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. 80 സെൻറ്റിമീറ്റർ ലെങ്ത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന എക്സ്ട്രാ സ്റ്റോറേജൊക്കെ നമ്മൾ DIY ചെയ്തെടുത്തിട്ടുള്ളതാണ്. വേസ്റ്റ് വുഡ് പീസൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്യാബിനറ്റാണിത്. അപ്പോൾ നിങ്ങളൊരു റെൻ്റൽ സ്പേസിലൊക്കെ ഒക്കുപ്പൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ലൊരു ഐഡിയ ആണത്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഫർണിച്ചേഴ്സിൻ്റെ സ്റ്റോറേജൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് വുഡ് പീസൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ക്യാബിനറ്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മളെ നീഡിനനുസരിച്ചിട്ട് കസ്റ്റമൈസൊക്കെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നല്ലൊരു മേക്ക് ഓവറും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വാൾപേപ്പറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നല്ലോണം ഒന്ന് ഡസ്റ്റ് ഫ്രീ ആക്കിയിട്ടും കൂടെ ഈ ഒരു ടേബിൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്കാണ് ആദ്യം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസിലേക്കും കൂടെ ഒന്ന് വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഏരിയയിലേക്ക് മാത്രമാണ് ഈ ഒരു പേപ്പേഴ്സ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉള്ളൊരു വാൾപേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂറബിളും കൂടിയിട്ടാണ്. പേപ്പേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് എയർ ബബിൾസൊക്കെ വന്നിട്ട് ആ ഒരു ഏരിയ ഫുള്ള് റിങ്കിളൊക്കെ ആക്കിയിട്ട് ഒരു നീറ്റ് ലുക്കൊന്നും ഇല്ലാതെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ക്ലോത്തൊക്കെ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് മാത്രം ആ ഒരു സ്റ്റിക്കർ പേജ് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മളൊരു സ്റ്റഡി ടേബിളായിട്ടാണ് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഓൾഡ് ഫർണിച്ചേഴ്സ് നമ്മുടെ കറൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് DIY ചെയ്തെടുക്കലും കൂടിയിട്ടാണ്. പിന്നെ അതിനൊരു ന്യൂ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റഡി ടേബിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊരു വേസ്റ്റ് ബിന്നും പിന്നെ നോർമലി യൂസ് ചെയ്യുന്ന പെൻസിൽ കാര്യങ്ങളെല്ലാം ഹോൾഡറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ്, ബുക്സ്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, സ്കൂൾ ബാഗ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിൾ ടോപ്പ് എപ്പോഴും ഫ്രീ ആക്കി ഇടാനും സ്കൂൾ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്തെടുക്കാനും അവർക്ക് ഒന്നും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.